നമസ്കാരം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് സെഷനാണ് ഇത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ്, അതായത് CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പം ആ കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മളിതിൽ മെൻഷൻ ചെയ്യും. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളുടെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. CS-ൻ്റെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ഗുരുകുലം ക്യാമ്പസാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കേണ്ടതാണ്. ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ കീഴിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഞാൻ ന്യൂസ് പേപ്പർ ഞാൻ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാ ടോപ്പിക്കുകളുടെയും അത് എന്താണെന്നും അതിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസ് MCQസും ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ www.ArthaCS.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വായിക്കുക. അതും വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് 50 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഈ കറണ്ട് അഫയേഴ്സ് പ്ലസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ പോർഷൻസ് ആയിട്ടാണ് നമ്മളിതിനെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഡെയിലി പ്രാക്ടീസ് വേണം. ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ, ന്യൂസ് പേപ്പർ വായിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഇതിന് വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. So hope you understand what I am trying to tell. Okay. നമ്മൾ ആദ്യം നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ചാണ്, IMFനെ കുറിച്ചിട്ടാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് 190 രാജ്യങ്ങളിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇത് ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷന് വേണ്ടി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സെക്യൂർ ചെയ്യാൻ വേണ്ടി, അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്, ഓരോ രാജ്യത്തിൻ്റെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുക, പോവർട്ടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് MCQ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എത്ര രാജ്യങ്ങളിൽ ഇതുണ്ട് എന്ന് ചോദിച്ചേക്കാം. 190 രാജ്യങ്ങളിലാണ് ഈ ഓർഗനൈസേഷൻ ഉള്ളത്. 190 കൺട്രീസിലാണ് ഈ ഓർഗനൈസേഷൻ ഉള്ളത്. ഇത് എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. മോണിറ്ററി കോപ്പറേഷൻ, സാമ്പത്തിക സഹകരണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക സുസ്ഥിരത, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്, നമ്മുടെ ഗ്ലോബൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, ആൻഡ് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് റെഡ്യൂസ് പോവർട്ടി അറൗണ്ട് ദ വേൾഡ്. ഇതാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എന്നാണ് IMF ഫോം ചെയ്തത്? 1944 IMF ഫോം ചെയ്യുന്നത്. 1944 IMF ഫോം ചെയ്യുന്നത്. ദെൻ 44 ഫൗണ്ടിങ് മെമ്പേഴ്സാണ് IMFനുണ്ടായിരുന്നത്. 1944 ഫോം ചെയ്യുന്നത്. 44 ഫൗണ്ടിങ് മെമ്പേഴ്സാണുള്ളത്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർ കൺട്രീസ് ഇന്ന് IMFൽ 190 രാജ്യങ്ങൾ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അതിൽ 150 രാജ്യങ്ങളിൽ നിന്നാണ് അവരുടെ സ്റ്റാഫുകളുള്ളത്. അപ്പോൾ IMFനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് IMF 190 രാജ്യങ്ങളുടെ 150 രാജ്യങ്ങളിലെ ആൾക്കാർ സ്റ്റാഫായിട്ടുള്ള 1944 തുടങ്ങിയ ഓർഗനൈസേഷനാണ്. 44 ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ഇവർക്കുള്ളത്. എന്താണ് IMFൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ, സാമ്പത്തിക സഹകരണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡോളർ, ഇന്ത്യൻ കറൻസി, ഇതുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, ഫെസിലിറ്റേറ്റ് ബാലൻസ്ഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ഹൈ എംപ്ലോയ്മെൻറ്റ് ത്രൂ ഇക്കണോമിക് അസിസ്റ്റൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്, അതായത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് വർദ്ധിപ്പിക്കുക, അതായത് ആൾക്കാർക്കുള്ള ജോലി സാധ്യത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്തിന് ഓരോ രാജ്യത്തിനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, ആൻഡ് പോവർട്ടി ഇല്ലാതാക്കുക പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഇതാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്.
ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബൈ IMF എന്തെല്ലാം തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് എന്നാണ്. ഒന്ന് ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് നോക്കിയിട്ട് കൊടുക്കുന്നു, അതായത് അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാജ്യങ്ങളെ സഹായിക്കുന്നു, എക്സ്ചേഞ്ച് റേറ്റ് പ്രോബ്ലത്തിൽ സഹായിക്കുന്നു, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള രാജ്യങ്ങളെ അവരതിന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു, വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ദുർബലമായ സാമ്പത്തിക സിസ്റ്റമുള്ള ചില രാജ്യങ്ങളുണ്ടായേക്കാം, ആ രാജ്യങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഷോക്സ് റേഞ്ചിങ്, ചില സമയത്ത് ചില ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന പോലെ, ഇപ്പോൾ ഇസ്രായേലിലൊക്കെ പലസ്തീനിലൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഷോക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് കമ്മോഡിറ്റി പ്രൈസസിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അവരെ സഹായിക്കുന്നു. COVID-19 പാൻഡമിക് വലിയൊരു എക്സ്റ്റേണൽ ഷോക്കിൻ്റെ എക്സാമ്പിളാണ്. രാജ്യങ്ങളിൽ ആൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ COVID-19 പാൻഡമിക് സമയത്ത് രാജ്യങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നം, എന്താ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലേ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടിനാണ് ബാലൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യവും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക? കൂടുതൽ എക്സ്പോർട്ടും കുറച്ച് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എന്നാൽ ചില രാജ്യങ്ങൾ, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഇമ്പോർട്ട് ഭയങ്കര കൂടുതലും എക്സ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കേണ്ടുന്ന പണം കൂടും. ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് കയറ്റുമതിയും 150 രൂപയ്ക്ക് ഇറക്കുമതിയും ചെയ്താൽ എന്താ ഉണ്ടാവുക? നമ്മൾ 100 രൂപ മാത്രമാണ് നമുക്ക് ഡോളറായിട്ട് കിട്ടുന്നത്, നമ്മൾ 150 രൂപ ഡോളറായിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 50 രൂപ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തേണ്ടി വരും. ഇതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് സർവീസ് ചെയ്യാൻ, എക്സ്റ്റേണൽ ഡെറ്റ് സർവീസ് ചെയ്യാൻ എന്താ അർത്ഥം? അവർക്ക് കൊടുക്കാൻ സാധിക്കാതെ വരിക രാജ്യങ്ങൾക്ക് ഈ COVID-19 കാരണം. ആ സമയത്തൊക്കെ അവരെ സഹായിച്ചത് IMF ആണ്. Then financial crisis stem from illiquid or insolvent financial institutions. ഈ ചില സമയത്ത് ചില ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരും. എങ്ങനെയാണ്? ഇല്ലിക്വിഡ് ഓർ ഇൻസോൾവെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇല്ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് അല്ലാത്തത്, വളരെ പെട്ടെന്ന് കൺവേർഷൻ നടക്കാത്ത ചില ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടാകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാം. അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ചെയ്യുന്നു IMF സഹായിക്കുന്നു. അതുപോലെയുള്ള ഫിസിക്കൽ ക്രൈസിസ് എന്താണ്? എക്സസീവ് ഡെഫിസിറ്റ് ആൻഡ് ഡെഫ്റ്റ്, അതായത് കൂടുതൽ ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡെഫിസിറ്റാണ്. കൊടുക്കാനുള്ളതിനേക്കാട്ടിലും കുറവ് വരുമാനം വരുന്നതിനെയാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസീവ് ഡെഫിസിറ്റ് ആൻഡ് ഡെറ്റ് അതിന് രക്ഷപ്പെടാൻ അപ്പോൾ COVID-19 ബന്ധപ്പെട്ട കാര്യങ്ങളിൽ IMF വളരെ വലിയ റോള് ചെയ്തിട്ടുണ്ട്. IMFന് എവിടെ നിന്നാണ് ഈ റിസോഴ്സുകൾ കിട്ടുന്നത്? ഫ്രം വേർ IMF റിസീവ് ദീസ് റിസോഴ്സസ്. IMFൻ്റെ ഫണ്ടുകൾ വരുന്നത് മെമ്പർ കോട്ടകളിൽ നിന്നാണ്. ഫസ്റ്റായിട്ട് വരുന്നത് മെമ്പർ കോട്ട. ഞാൻ പറഞ്ഞു 190 രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ അവർക്ക് എത്രമാത്രം അവരുടെ ഒരു പൊസിഷനുണ്ടോ? നമ്മൾ പറയില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഇന്ത്യ 5ാമത്തെ ശക്തിയാണ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ അവർക്കൊരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് എന്താ പറയുക റിലേറ്റീവ് പൊസിഷൻ ഉണ്ടായിരിക്കും ലോക ഇക്കണോമിയിൽ. അങ്ങനത്തെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്നും ഒരു പ്രത്യേക കോട്ട അവർ വാങ്ങുന്നു, ആ കോട്ട ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നു. ഉദാഹരണം, അറ്റ് പ്രസൻറ്റ് ഇന്ത്യയുടെ കോട്ട എന്ന് പറയുന്നത് 2.75% ടോട്ടൽ IMFൻ്റെ ടോട്ടൽ പണത്തിൻ്റെ ടോട്ടൽ അവൈലബിൾ ഫണ്ടിൻ്റെ 2.75% ഇന്ത്യയുടെയാണ്. വിത്ത് എത്രയാണ്? 13,114.4 മില്യൺ ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് നമുക്കുണ്ട്. അതായത് ആവശ്യം വരികയാണെങ്കിൽ ഇന്ത്യക്ക് $13,114.4 മില്യൺ US വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ആൻഡ് ആ കോട്ടയോടൊപ്പം തന്നെ 2.63% നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് അവർക്ക് വോട്ടിംഗ് റൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ആദ്യം IMFൻ്റെ മെമ്പർ കോട്ടയാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ ലോക ഇക്കണോമിയിൽ അന്തർദേശീയ സാമ്പത്തിക വ്യവസ്ഥയിൽ അവർക്ക് എത്രമാത്രം പൊസിഷൻ ഉണ്ടോ അതനുസരിച്ചുള്ള കോട്ടകളാണുള്ളത്. ഇന്ത്യയുടെ കോട്ട എന്ന് പറയുന്നത് 2.75%. അതിൽ 2.6% വോട്ടിംഗ് നമുക്ക് റൈറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 13,114 കോടി രൂപ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്, അത്രമാത്രം പണം ഫണ്ട് ആര് തരും? നമുക്ക് IMF തരാനുള്ള പ്രൊവിഷൻ ആൾറെഡി ഉണ്ട്. ഞാൻ പറയുന്നത് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിലല്ല. ദെൻ ന്യൂ അറേഞ്ച്മെൻറ്റ്സ് ടു ബോറോ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ പണം IMFന് ആവശ്യം വരികയാണെങ്കിൽ IMF എന്ത് ചെയ്യും? അവർ മെമ്പർ രാജ്യങ്ങളിൽ നിന്ന് അവർ ഡ്രോ ചെയ്യും, അവർ അഡീഷണൽ ആയിട്ട് പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ദെൻ
ബൈലാറ്ററൽ ബോറോയിങ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് ആക്ടിവേഷൻ ഓഫ് എഗ്രിമെൻറ്റ് റിക്വേർഡ്സ് ഓഫ് 85% ക്രെഡിറ്റേഴ്സ് എലിജിബിൾ ടു വോട്ട് ചെയ്യാൻ അർഹതയുള്ള ക്രെഡിറ്റേഴ്സ് 85% ആൾക്കാർ വോട്ട് ചെയ്യുകയാണെങ്കിൽ രാജ്യങ്ങളെ പരസ്പരം ഫണ്ട് ചെയ്യുന്നതിനും ഇവർ സഹായിക്കും. ദെൻ IMFൻ്റെ സർവൈലൻസ് എന്താണ്? IMF എന്താ ചെയ്യുന്നത്? റെഗുലർ ചെക്ക് ഓൺ മെമ്പർ കൺട്രീസ്. അവരുടെ മെമ്പർ രാജ്യങ്ങളിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി റെഗുലറായിട്ട് ചെക്കുകൾ ആര് നടത്തും? IMF നടത്തും. IMFൻ്റെ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലായി IMFൻ്റെ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് IMF പ്രൊവൈഡ്സ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. അതായത് രാജ്യങ്ങളെ ആ ഗവൺമെൻറ്റുകൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ റിസർവ് ബാങ്കുകളുമായി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുമായി ഫിനാൻസ് മിനിസ്ട്രീസുമായി റവന്യൂ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ഫിനാൻഷ്യൽ സെക്ടർ സൂപ്പർവൈസറി ഏജൻസീസുമായി വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് IMF. അപ്പോൾ ഇതാണ് IMFനെ നമ്മൾ ഒന്നും കൂടി നമ്മൾ ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ MCQ ആസ്പെക്റ്റിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 190 രാജ്യങ്ങളിലുള്ള വാഷിങ്ടൺ DC അമേരിക്കയിലെ വാഷിങ്ടൺ DCയിൽ ഹെഡ് ക്വാർട്ടേഴ്സുള്ള 24 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സാണ് ഇവർക്കുള്ളത്. ഒരു രാജ്യത്തിന് എന്താണ് ഈച്ച് റെപ്രസെൻറ്റിങ് എ സിംഗിൾ കൺട്രി, എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്. അതായത് ഒന്നുകിൽ അവർ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ, അപ്പോൾ 3-4 രാജ്യങ്ങൾക്ക് വേണ്ടി ഒന്ന്. ഇൻ ടോട്ടൽ 24 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. $1 ട്രില്യൺ ആണ് എപ്പോഴും അവരുടെ കയ്യിൽ, $1 ട്രില്യൺ അവരുടെ കയ്യിൽ ഫണ്ട് അവൈലബിൾ ആണ് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കറണ്ട് ലെൻഡിങ് അറേഞ്ച്മെൻറ്റ് 34 രാജ്യങ്ങൾക്ക് കറണ്ട് ലെൻഡിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെസിപ്പിയൻ കൺട്രീസ് ഓഫ് എമർജൻസി പാൻഡമിക് ഫിനാൻസിങ്, COVID-19 പോലത്തെ സിറ്റുവേഷൻസിൽ എമർജൻസി പാൻഡമിക് ഫൈനാൻസിങ് കിട്ടിയിട്ടുള്ള 76 രാജ്യങ്ങളുണ്ട്. അപ്പം ഇതാണ് IMFൻ്റെ ലീഡർഷിപ്പ്. ആരാണ് IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ? ക്രിസ്റ്റാലിന ജോർജീവ ആണ് മാനേജിംഗ് ഡയറക്ടർ. ഇങ്ങനെ MCQയിൽ ചോദിക്കാവുന്നതാണ്. ക്രിസ്റ്റാലിന ജോർജീവ ആണ് അവരുടെ എന്താ പറയുക മാനേജിംഗ് ഡയറക്ടർ. ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ് ആണ്, മലയാളിയാണ്. ഒരു സമയത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിരുന്നു ഗീതാ ഗോപിനാഥ്. അവരാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ആൻഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അന്റോണിയറ്റെ സയെ ആണ് ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ദെൻ അനദർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഈസ് കെഞ്ചി ഒക്കാമുറ ആൻഡ് ബോലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ IMFൻ്റെ ലീഡർഷിപ്പിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് ക്രിസ്റ്റാലിന ജോർജേവയാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ് ആണ്. അതിനുശേഷം 3 ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടേഴ്സാണുള്ളത്, അന്റോണിയറ്റെ സയെ ആൻഡ് കെഞ്ചി ഒക്കാമുറ ആൻഡ് ബോലി. ദെൻ ഇന്ത്യയുമായി IMF നോക്കുകയാണെങ്കിൽ 2023 നമ്മുടെ റിയൽ GDP IMF അവർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് 5.9 ആയിരിക്കും നമ്മുടെ റിയൽ GDP എന്നാണ് ആര് പറയുന്നത്? IMF പറയുന്നത്. ഇന്ത്യയുടെ റിയൽ GDP 5.9 ആകും എന്ന് IMF പറയുന്നു. ദെൻ ഡേറ്റ് ഓഫ് മെമ്പർഷിപ്പ്, എന്നാണ് മെമ്പർഷിപ്പ് നമ്മൾ ഇന്ത്യക്ക് കിട്ടിയത്? 1945 ഇന്ത്യക്ക് ഫസ്റ്റ് മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മെമ്പർഷിപ്പ് കിട്ടുന്നത് എന്താണ്? 1945 ഡിസംബർ 27. ദെൻ ആർട്ടിക്കിൾ 4 കൺട്രി റിപ്പോർട്ട് 2020 റിപ്പോർട്ട് അവൈലബിൾ ആണ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് 13,667.33 മില്യൺ. നമ്മൾ തൊട്ട് മുമ്പ് 13,114 എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ 13,667 മില്യൺ $. നമുക്ക് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഉണ്ട്. ആൻഡ് കോട്ട പ്രകാരമുള്ള ഡ്രോയിങ് റൈറ്റ് 13,114 ഇതുവരെ നമ്മൾ എത്രമാത്രം ഫണ്ടിങ് അറേഞ്ച്മെൻറ്റ് IMF ആയിട്ട് ചെയ്തിട്ടുണ്ട്? അത് 7 ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 5.9 നമ്മുടെ പ്രൊജക്റ്റഡ് GDP ആൻഡ് 1945 നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മെമ്പർ ആയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള അറേഞ്ച്മെൻറ്റ് 7 അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ MCQ രീതിയിൽ ഇത് മനസ്സിലാക്കേണ്ടതുള്ളത്. ഇനി അപ്പോൾ നമ്മൾ IMFനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കി. അടുത്തത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് പറഞ്ഞാൽ ലോക ബാങ്ക് അല്ലേ? നമ്മൾ IMF എന്ന് പറഞ്ഞാൽ വിദേശ നാണയ നിധി എന്നാണ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വിദേശ നാണയ നിധി അല്ലെങ്കിൽ വിനിമയ നിധി എന്നാണ് പറയുന്നത്. വേൾഡ് ബാങ്ക് ഈസ് എൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. യുണൈറ്റഡ് നേഷൻസുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. അതായത് IMF ഒരു സ്റ്റാൻഡ് അലോൺ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസുമായി നേരിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് ഡിസൈൻ ടു ഫിനാൻസ് പ്രൊജക്ട് ദാറ്റ് എൻഹാൻസ് ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെമ്പർ സ്റ്റേറ്റ്. മെമ്പർ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയാണ് ഇത് ലക്ഷ്യം. ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DCയിലാണ്. അപ്പോൾ IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്.
ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ദെൻ 5 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിൻ്റെ കീഴിൽ 5 കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള 5 ഓർഗനൈസേഷൻസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 5 ഓർഗനൈസേഷൻസ് എൻറ്റിറ്റി ഉണ്ട്. ഈ 5 എൻറ്റിറ്റി വഴിയാണ് വേൾഡ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD എന്ന് പറയും. എന്താണ് IBRD? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് റേറ്റിൽ മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തി ലോവർ കൺട്രീസിന് അവർ ലോൺ കൊടുക്കുന്നു. അവർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ലോൺ കൊടുക്കുന്നു. അതായത് മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ലോവർ ഇൻകം കൺട്രികൾക്ക്, അതായത് ക്രെഡിറ്റ് കൊടുക്കാൻ സാധ്യതയുള്ള ലോവർ ഇൻകം രാജ്യങ്ങൾക്ക് അവർ ലോൺ കൊടുക്കുന്നു. ആര്? IBRD. അടുത്തതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, IDA. ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ലോങ് ടേം ലോൺസ്. ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, IDA, ഇതെന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രി ലോങ് ടേം ലോൺസ് കൊടുക്കുന്നു, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, അതുപോലെ പോളിസി അഡ്വൈസുകൾ. ലോ ഇൻകം ഡെവലപ്പിംഗ് കൺട്രികൾക്ക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റിൽ സപ്പോർട്ട് കൊടുക്കുന്ന ജോലിയാണ് IDA ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ചെയ്യുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ലോങ് ടേം ലോൺസുകൾ കൊടുക്കുന്നു, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് ഈ ലോ ഇൻകം കൺട്രികൾക്ക് പോളിസി അഡ്വൈസുകൾ കൊടുക്കുന്നു. ഉദാഹരണം ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ വളരാൻ അവരെ സഹായിക്കുന്നു. ദെൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന IMFൻ്റെ ഒരു സബ്സിഡിയറിയാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ബിസിനസ് അണ്ടർടേക്കിങ്ങൾക്ക്, ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ ബിസിനസ് അണ്ടർടേക്കിങ്ങൾക്ക് ഫണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു. ദെൻ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, ദാറ്റ് ഈസ് MIGA. MIGA എന്താ ചെയ്യുന്നത്? ലോൺ ഗ്യാരണ്ടി ആൻഡ് ഇൻഷുറൻസ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് against loss caused by non-commercial risk in developing countries are provided by MIGA. അതായത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം, അവർക്കൊരു ലോൺ ഗ്യാരണ്ടി കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ഫോറിൻ രാജ്യത്തിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ അവർക്ക് ആ ലോസുകൾ വരുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഇൻഷുറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ആര് ചെയ്യുന്നത്? MIGA ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്, ICSID. ഇത് എന്താ പറയുന്നത്? ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സെറ്റിൽമെൻറ്റ് ബൈ കൺസിലിയേഷൻ ഓർ ആർബിട്രേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഹോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി. ഏത് രാജ്യങ്ങളിലാണോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഡിസ്പ്യൂട്ട്, ആ രാജ്യങ്ങളുമായിട്ട് അവർക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഇവർ സഹായിക്കുന്നു. വേൾഡ് ബാങ്കിൻ്റെ ലീഡർഷിപ്പ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡേവിഡ് മൽപാസ് ആണ് വേൾഡ് ബാങ്കിൻ്റെ ലീഡർ. ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണെങ്കിൽ മക്താർ ഡിയോപ്പ് മാനേജിംഗ് ഡയറക്ടറാണ്. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി ആണെങ്കിൽ ഹിരോഷി മറ്റാനോ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആണ്. ദ ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട് മെക്ഹിനർ സെക്രട്ടറി ജനറൽ, ഇവരാണ് ഇതിനെ ഹെൽഡ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ആരാണ് എന്നൊരു ചോദ്യം വരാം. ഡേവിഡ് മൽപാസ്. അപ്പോൾ മീൻ മപ്പാസ് എന്ന് ഓർത്താൽ മതി, നമ്മൾ സാധാരണ കഴിക്കുന്നതല്ലേ മീൻ മപ്പാസ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത് ഡേവിഡ് മൽപാസ് എന്നുള്ളതാണ്. ദെൻ പ്രയോറിറ്റീസ് ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുക. ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, ലോകത്തെല്ലാവരും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. ഹ്യൂമൻ ക്യാപിറ്റൽ പ്രൊജക്റ്റ്, ജനങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക, എഡ്യൂക്കേഷൻ ലെവൽ വർദ്ധിപ്പിക്കുക, ആരോഗ്യം വർദ്ധിപ്പിക്കുക, ഹെൽത്ത് സമയ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഹ്യൂമൻ ക്യാപിറ്റൽ കൺസിസ്റ്റ് എന്തൊക്കെയാണ്? നോളജ്, സ്കില്ല്, ഹെൽത്ത്, ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ആസ് ഓൺ ഒക്ടോബർ 2022 ഒക്ടോബറിൽ 86 രാജ്യങ്ങളാണ് അറ്റ് ആൾ ഇൻകം ലെവൽസ് ആർ വർക്കിംഗ് വിത്ത് വേൾഡ് ബാങ്ക്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ലെവൽസ് ഉള്ള 86 രാജ്യങ്ങൾ വേൾഡ് ബാങ്കുമായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വേൾഡ് ബാങ്കിൻ്റെ വെള്ള പ്രൊജക്റ്റ്, വേൾഡ് ബാങ്കിൻ്റെ ലോണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ലോകത്ത് 190 രാജ്യങ്ങളാണ് IMFൽ ഉള്ളത് എങ്കിൽ 86 രാജ്യങ്ങളാണ് ഇതിലുള്ളത് വേൾഡ് ബാങ്കിൽ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ 2 ഓർഗനൈസേഷൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ ഓർഗനൈസേഷൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ മൂന്നാമത്തെ ഓർഗനൈസേഷൻ ഏതാണ്? അതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC.
IFC 1957 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 957. ഇന്ന് ലോകത്തിലെ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസിംഗ് ഓൺ പ്രൈവറ്റ് സെക്ടർ, ഹാവിംഗ് ഡെലിവേർഡ് നിയർലി $250 billion ഇൻ ഫിനാൻസിംഗ് ബിസിനസ് ഇൻ എമർജിംഗ് മാർക്കറ്റ്. എമർജിംഗ് മാർക്കറ്റിൽ $250 billion ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IFC. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആരെ സപ്പോർട്ട് ചെയ്യുന്ന? പ്രൈവറ്റ് സെക്ടറിന് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IFC. $250 billion അവരിതുവരെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. IFC, the bank group has set 2 goals in the world to achieve by 2030. 2 ലക്ഷ്യങ്ങളാണ് 2030 മുതൽ 2030 വരെ അവർ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, എൻഡ് എക്സ്ട്രീം പ്രോവർട്ടി, എന്താണ്? അതിദാരിദ്ര്യം ഒഴിവാക്കുക. ദെൻ പ്രൊമോട്ട് ഷെയർഡ് പ്രോസ്പെരിറ്റി ഇൻ എവറി കൺട്രി, എല്ലാ രാജ്യങ്ങളിലും ഷെയർഡ് ആയിട്ടുള്ള പ്രോസ്പെരിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് പറയുന്നത്, ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഐ റിപ്പീറ്റ്, ഇവരെന്താ ചെയ്യുന്നത്? അഡ്വൈസറി, ഇൻവെസ്റ്റ്മെൻറ്റ്, അവരെന്താണ്? ഓഫേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു. അസറ്റ് മാനേജ്മെൻറ്റ് സർവീസുകൾ ആർക്ക് കൊടുക്കുന്നു? പ്രൈവറ്റ് സെക്ടറിന്, അതായത് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നു. 1956 ഇത് ഫോം ചെയ്യുന്നത്. 1957 ആദ്യത്തെ ലോൺ അവർ കൊടുക്കുന്നത്. ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ IFC വർക്ക് ചെയ്യുന്നുണ്ട്. 100-ലധികം രാജ്യങ്ങളിൽ എമർജിംഗ് മാർക്കറ്റുകളിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. IFCയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് എൻ്റർപ്രൈസുകളെ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളർത്തുന്നതിൽ സഹായിക്കുക എന്നതാണ് IFCയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. IFC രാജ്യങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. പല വഴികളിൽ സഹായിക്കുന്നു. ആ രാജ്യങ്ങളിലെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ, എങ്ങനത്തെ രാജ്യങ്ങളിലെ? ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ പ്രൈവറ്റ് സെക്ടറിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ അവരെ സഹായിക്കുന്നു. അതുപോലെ ബിസിനസ്സുകളെയും ഗവൺമെൻറ്റുകളെയും അവരെ ഉപദേശിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? IFC ചെയ്യുന്നത്. IFC is owned and governed by member countries and has its own executive leadership staff and conduct normal business operations. സാധാരണ മെമ്പർ രാജ്യങ്ങളിൽ അവിടുന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓർഗനൈസേഷനെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ദെൻ IFCയുടെ ഫങ്ഷൻസ് എന്താണ്? IFC ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നു. ഇതുവഴി ബിസിനസ്സുകളെ, പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രണേഴ്സിനെ പ്രൈവറ്റ് സെക്ടറിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ വലുതാകാൻ സഹായിക്കുന്നു. ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്വൈസറി സർവീസ്, ബിസിനസ്സുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്നു എങ്ങനെ വളരാമെന്നതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് മിക്സ് ഓഫ് ഫിനാൻസിങ് ആൻഡ് അഡ്വൈസറി സർവീസസ് ദാറ്റ് ഈസ് ടൈലർഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഈച്ച് പ്രൊജക്റ്റ്. അവർ ഓരോ പ്രൊജക്റ്റും മനസ്സിലാക്കി ആ ഓരോ പ്രൊജക്റ്റിനും ഏത് തരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വൈസറി അല്ലെങ്കിൽ ഫിനാൻസിങ് റിക്വയർമെൻറ്റ്സ് ആണുള്ളതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നു. ഫണ്ടിങ് ബൈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. IFCയുടെ ഫണ്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ്. IFCയുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്? സീമെൻസുമായിട്ടാണ്. 1957 സീമെൻസ് എന്ന് പറയുന്ന കമ്പനി, സീമെൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഒരു യൂറോപ്യൻ കൊംഗ്ലോമറേറ്റ് ആണ്, യൂറോപ്യൻ കമ്പനിയാണ്. സീമെൻസ് ഇലക്ട്രിക്കൽ എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും, യൂറോപ്യൻ കമ്പനിയാണ്. IFC ഒരു ആക്റ്റീവ് ഇഷ്യൂറാണ്. ESG ബോണ്ട്, എൻവയറമെൻ്റൽ സോഷ്യൽ ഗവേണൻസ് ബോണ്ട്, ആൾസോ നോൺ ആസ് സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ IFC ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ പ്രൈവറ്റ് സെക്ടറിനോട് ആരാണോ ഗവേണൻസ് ഇഷ്യൂ, അതായത് ഒരു കമ്പനി സെക്രട്ടറി, നിങ്ങളിപ്പോൾ എന്ത് കോഴ്സിനാണ് പഠിക്കുന്നത്? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ്. ആരാണ് കമ്പനി സെക്രട്ടറി? ഒരു സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കംപ്ലയൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. എന്നാൽ വെറും ഒരു കംപ്ലയൻസ് എക്സിക്യൂട്ടീവ് മാത്രമാണ് ഒരു കമ്പനി സെക്രട്ടറി? അല്ല. ESG, എൻവയറമെൻ്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇഷ്യൂസിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് ഒരു എൻ്റർപ്രൈസ് അത് കറക്റ്റായി ഫോളോ ചെയ്യണമെന്ന് ഉറപ്പുവരുത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി സെക്രട്ടറി. അപ്പോൾ അതുപോലെയുള്ള ആ ESG ആയിട്ടുള്ള കമ്പനികൾ, അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഫൗണ്ട് ചെയ്തത് 1956, ഫസ്റ്റ് ബിസിനസ് 1957 ആരുമായിട്ട്? സീമെൻസുമായിട്ട്. ദെൻ അവർ എങ്ങനത്തെ ബോണ്ടുകൾ അവർ ഇഷ്യൂ ചെയ്യുന്നത്? ESG ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ആര് ചെയ്യുള്ളൂ? IFC ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റായിട്ടും IFC ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും എന്തുണ്ടായിരിക്കും? അതിൽ എന്താണ്? ESG സ്റ്റാൻഡേർഡും സസ്റ്റൈനബിലിറ്റി ഫ്രെയിംവർക്കും ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ.
ദെൻ എ ബ്രീഫ് ഓൺ സം ഓഫ് ദ ഫണ്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റുകളാണ് IFC ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബെഞ്ച് മാർക്ക് ആൻഡ് ഗ്ലോബൽ ബോണ്ട്സ്. ബെഞ്ച് മാർക്ക് ബോണ്ടുകളും ഗ്ലോബൽ ബോണ്ടുകളും ഇഷ്യൂ ചെയ്യുന്നു. ഇത് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് $, ബെഞ്ച് മാർക്ക് ബോണ്ടുകൾ, അല്ലെങ്കിൽ US SOFR ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ് ബോണ്ടുകൾ, ഓസ്ട്രേലിയൻ ഡോളർ പബ്ലിക് ബോണ്ടുകൾ, ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ് പബ്ലിക് ബോണ്ടുകൾ, ന്യൂസിലാൻഡ് ഡോളർ പബ്ലിക് ബോണ്ടുകൾ, അങ്ങനെ വിവിധ തരം ബെഞ്ച് മാർക്ക് ആൻഡ് ഗ്ലോബൽ ബോണ്ടുകൾ IFC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസ്കൗണ്ട് നോട്ട്. IFC ഡിസ്കൗണ്ട് നോട്ട് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 2009. ഡിസ്കൗണ്ട് നോട്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 2009 ആൻഡ് ഇത് അഡീഷണൽ ഫണ്ടിങ് ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ടൂളായിട്ട് ആരുപയോഗിക്കുന്നു? IFC ഉപയോഗിക്കുന്നു. ആൻഡ് അവരുടെ ഡിസ്കൗണ്ട് നോട്ട് ഹൈ ക്വാളിറ്റി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. US ഡോളറിലും ചൈനീസ് കറൻസിയിലും ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഗ്രീൻ ബോണ്ടുകൾ. IFC is one of the largest financiers of climate smart project for developing countries. ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങി വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് IFC. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ബോണ്ട് 2010 ലോഞ്ച് ചെയ്യുന്നത് IFC. ദെൻ ഇമ്പാക്റ്റ് നോട്ടുകൾ. IFC പിന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് ക്ലൈമറ്റ് സ്മാർട്ട് പ്രൊജക്റ്റുകൾക്ക് ഡെവലപ്പിംഗ് കൺട്രികൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു. 2005 മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്ലൈമറ്റ് സ്മാർട്ട് കമ്പോണൻറ്റ് അവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. IFC ഇപ്പം എന്താ ചെയ്യുന്നത്? മോർ ദാൻ $28 ബില്യൺ ആണ് ലോങ് ടേം ഫിനാൻസിങ് ആയിട്ട് അവർ റേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗ്രീൻ ബോണ്ട് പ്രോഗ്രാം വഴി അല്ലെങ്കിൽ ഇമ്പാക്റ്റ് നോട്ട് വഴി ആ രാജ്യങ്ങളിൽ ഒരു ക്ലൈമറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ വളർത്താൻ ഇവർ സഹായിക്കുന്നു. Then MTN and structured notes. IFC aim to maintain the position as an active and flexible issuer of plain vanilla and structured note. എന്താണ് വാനില നോട്ടുകളും സ്ട്രക്ചർ നോട്ടുകളും അവർ ഇഷ്യൂ ചെയ്യുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈൽഡ് പിക്കപ്പ്. അവർക്ക് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാർക്കറ്റിൽ മാറുന്നതനുസരിച്ചിട്ട് ഈൽഡ് വർദ്ധിപ്പിക്കാൻ ഉള്ള ബോണ്ടുകൾ ഇവർ കൊടുക്കുന്നു. സോഷ്യൽ ബോണ്ടുകൾ. IFCയുടെ സോഷ്യൽ ബോണ്ട് 2017 സ്റ്റാർട്ട് ചെയ്തത്. 2017 ഇതിനെന്താ ബോണ്ട് ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചില സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ഇതിൽ അവർക്കൊരു അഡീഷണൽ റിസ്ക് ഒന്നുമില്ല. ഇത് AAA റേറ്റഡ് ഇഷ്യൂ. IFC ഒരു AAA റേറ്റഡ് ഇഷ്യൂറാണ്. അതുകൊണ്ട് തന്നെ യാതൊരു റിസ്ക്കുമില്ലാതെ നമുക്ക് സോഷ്യൽ ബോണ്ടുകൾ IFCക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ബോണ്ടുകൾ എന്തിനാണ്? IFCയുടെ ബാങ്കിങ് ഓൺ വിമൻ ആൻഡ് ഇൻക്ലൂസീവ് ബിസിനസ് പ്രോഗ്രാം, അതായത് സ്ത്രീകളും അതുപോലെ ഇൻക്ലൂസീവ് ബിസിനസ് പ്രോഗ്രാം IBP പോലുള്ള പ്രോഗ്രാമുകളിലുമാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു എമർജിംഗ് മാർക്കറ്റിലെ സ്ത്രീകൾക്ക് അതുപോലെ ലോ ഇൻകം കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. സോഷ്യൽ ബോണ്ട് പ്രോഗ്രാം അലൈൻ വിത്ത് സോഷ്യൽ ബോണ്ട് പ്രിൻസിപ്പിൾ, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് അസോസിയേഷൻ്റെ സോഷ്യൽ ബോണ്ട് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് ഈ സോഷ്യൽ ബോണ്ട് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. IFC ഏതൊക്കെ തരം ബോണ്ടുകളാണ് ഏതൊക്കെ തരം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. ബെഞ്ച് മാർക്ക് ആൻഡ് ഗ്ലോബൽ ബോണ്ട്സ് ഉണ്ട്, ദെൻ ഡിസ്കൗണ്ട് നോട്ടുകളുണ്ട്, ഗ്രീൻ ബോണ്ടുകളുണ്ട്, ഇമ്പാക്റ്റ് നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ MTN സ്ട്രക്ചേർഡ് നോട്ടുകളുണ്ട്, സോഷ്യൽ ബോണ്ടുകളുണ്ട്. ഇത്രയാണുള്ളത്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇതൊരു ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല. ഇവിടെ 20 കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളത്. CSEXECUTIVE-നാണ് നമ്മളോട് ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുന്നത്. ഗുരുകുലമാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഫുള്ളാണ്. ജനുവരിയിലേക്കുള്ള ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഫഷണലായി ഒരു കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുന്ന കഴിഞ്ഞ 12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഇത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ASEAN ആണ്. ASEAN സൗത്ത് ഈസ്റ്റ് നേഷൻ. നോക്കൂ, ഇതിൽ ASEAN എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻ. ഇതെന്നാണ് ലോഞ്ച് ചെയ്തത്? ഓഗസ്റ്റ് 8, 1967 ഇത് ലോഞ്ച് ചെയ്യുന്നത്. തായ്ലൻഡിലെ ബാങ്കോക്ക് എന്നുള്ള സ്ഥലത്ത്. ഇത് ഒരു ASEAN ഡിക്ലറേഷൻ വഴിയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇതിനെ ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്നും പറയാം. അപ്പോൾ ASEAN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1967 ഓഗസ്റ്റ് 8 തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഇത് ഫോം ചെയ്യപ്പെടുന്നത്. ഇവർ ASEAN ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബാങ്കോക്ക് ഡിക്ലറേഷൻ വഴിയാണ് ഇവർ ഫോം ചെയ്യപ്പെടുന്നത്.
ആൻഡ് ഫൗണ്ടിങ് കൺട്രീസ് ആരൊക്കെയായിരുന്നു ഈ ASEAN-ലെ? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ആയിരുന്നു. ഇന്ന് കറണ്ട് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്ന് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ബ്രൂണൈ, കംബോഡിയ, ലാവോസ്, മ്യാൻമാർ ആൻഡ് വിയറ്റ്നാം. ഇവരൊക്കെയാണ് ASEAN രാജ്യങ്ങൾ. ഹിസ് എക്സലൻസി ഡോക്ടർ കാവോ കിം ഹോൺ ആണ് സെക്രട്ടറി ജനറൽ ഓഫ് ASEAN. കാവോ കിം ഹോൺ ആണ് സെക്രട്ടറി ജനറൽ ഓഫ് ASEAN. ASEAൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ASEAൻ്റെ ഉദ്ദേശം എന്താണ്? ASEAN രാജ്യങ്ങളിൽ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, സാമൂഹിക വളർച്ച, സാംസ്കാരിക വളർച്ച ഉറപ്പുവരുത്തുക എന്നതാണ്. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ഈക്വാലിറ്റി ആണ് ASEAൻ്റെ ഒരു വലിയൊരു എയിമായിട്ട് കാണുന്നത്. പീസ്ഫുൾ ലിവിങ്, ഒരു പീസ്ഫുൾ കമ്മ്യൂണിറ്റി ASEAN രാജ്യങ്ങൾ ഉണ്ടാകണമെന്നും ASEAN പ്രതീക്ഷിക്കുന്നു. ദെൻ പ്രൊമോട്ട് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, അവരുടെ റീജിയണൽ പീസും സ്റ്റെബിലിറ്റിയും ഉറപ്പുവരുത്തുക. ടെററിസം പോലുള്ള കാര്യങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുക. യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. ആക്റ്റീവ് കൊളാബറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്, പരസ്പര ധാരണയുള്ള കാര്യങ്ങളിൽ പരസ്പര സഹകരണം വേണ്ടുന്ന സമയങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യണം? ആക്റ്റീവ് കൊളാബറേഷൻസും മ്യൂച്വൽ അസിസ്റ്റൻസും ഉറപ്പുവരുത്തുക. അത് സാമ്പത്തികമാകാം, ഇക്കണോമിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, ടെക്നിക്കൽ, സയൻറ്റിഫിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡുകളാകാം. To provide assistance to each other in the form of training and research facilities in the educational, professional, technical and administrative spheres. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ മെമ്പർ രാജ്യങ്ങൾക്ക് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റികൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുക. കൊളാബറേറ്റ് മോർ എഫിഷ്യൻ്റ്ലി effectively for the greater utilization of their agriculture and industries, the expansion of their trade, including the study of the problems of international commodity trade. അന്തർദേശീയമായ കമോഡിറ്റി ട്രേഡിങ്ങിൽ അവർ പരസ്പരം സഹായിക്കുക. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡികളെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ അവർ തമ്മിൽ ഒരു നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ കോപ്പറേഷൻ സഹകരണം ഉറപ്പുവരുത്തുക. ASEAN ചാർട്ടറാണ് ശരിക്കും പറഞ്ഞാൽ ASEAൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് ആ ഓർഗനൈസേഷൻ അവർ ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഇതിലാണ് ASEAN നോംസും ASEAN റൂൾസും ASEAN വാല്യൂസും ഉള്ളത്. എന്തിനാണ് ASEAN എന്നും എന്താണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്നും കംപ്ലയൻസ് എന്നും പറയുന്നത് ASEAN ചാർട്ടറിലാണ്. ASEAN ചാർട്ടർ 2008 ഫെബ്രുവരി 15 അത് ലോഞ്ച് ചെയ്തത്. അത് ജക്കാർത്തയിലുള്ള ASEAN സെക്രട്ടേറിയറ്റിൽ അവർ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിലാണ് ഇത് ആദ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ASEAN ഒന്നും കൂടി ഞാൻ പറയാം. ASEAN ഫോം ചെയ്തത് 1967 ബാങ്കോക്ക്, തായ്ലൻഡിൽ ബാങ്കോക്ക് ഡിക്ലറേഷൻ വഴി അല്ലെങ്കിൽ ASEAN ഡിക്ലറേഷൻ വഴിയാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡാണ് ഇനീഷ്യലെങ്കിലും അതിനുശേഷം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രൂണൈ, കംബോഡിയ, ലാവോസ്, മ്യാൻമാർ, വിയറ്റ്നാം പോലെ രാജ്യങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ് എക്സലൻസി ഡോക്ടർ കാവോ ജിം ഹോൺ ആണ് ഇതിൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ASEAN സെക്രട്ടറി ജനറൽ. ASEAN വർക്ക് ചെയ്യുന്നത് ASEAN ചാർട്ടർ പ്രകാരമാണ്. ASEAN ചാർട്ടർ നിലവിൽ വന്നത് 2008 ഡിസംബർ 15 ASEAN ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ് ഇത് വരുന്നത്. ASEAN ചാർട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ASEAN ചാർട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ടോപ്പ് ലെവൽ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നു, എൻഹാൻസ്ഡ് കമ്മിറ്റ്മെൻറ്റുകൾ ഉറപ്പുവരുത്തുന്നു. ദെൻ ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ലീഗൽ പേഴ്സണാലിറ്റി, ASEAN എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അത് ലീഗൽ പേഴ്സണാലിറ്റി, അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റുകൾ, മെമ്പർ രാജ്യങ്ങളിലെ സിറ്റിസൺ റൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ASEAN ബോഡികൾ, ASEAൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് വിവിധതരം ബോഡികൾ ഉണ്ടാക്കാൻ ഉറപ്പുവരുത്തുന്നു. ദെൻ അവർ ഡയറക്റ്റ് സ്റ്റാഫുകളെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, അതുപോലെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ASEAN മീറ്റിങ്ങുകളെ കുറിച്ച് പറയുന്നു. ASEAN ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നു. എൻഹാൻസ്ഡ് റോൾ ഓഫ് സെക്രട്ടറി ജനറൽ ASEAൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ റോള് വർദ്ധിപ്പിക്കുന്നു. ദെൻ മറ്റുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് അതിലുള്ളത്. ദെൻ ASEAN സമ്മിറ്റ്, ASEAN സമ്മിറ്റ്. The 40th and 41st ASEAN Summit were held on 14th November 2022 under the chairmanship of the Kingdom of Cambodia. The summits were chaired by Samdech Akha Moha Sena Phade Teko Hun Sen, Prime Minister of Kingdom of Cambodia, and convened in accordance with ASEAN Charter. I repeat, 2022 നവംബറിലാണ് 40ാമത്തെയും 41ാമത്തെയും കോവിഡ് കാരണമാണ് അതങ്ങനെ ഉണ്ടായത്. 40ാമത്തെയും 41ാമത്തെയും മീറ്റിങ്ങുകൾ നടക്കുന്നത്. ഇത് നടന്നത് കിങ്ഡം ഓഫ് കംബോഡിയയുടെ ചെയർമാൻഷിപ്പിലാണ് ഇത് നടക്കുന്നത്. ഇത് ചെയ്തത് സാംഡക് കക്ക മൊഹാസേന
പാഡൽറ്റെ കോഹ്സൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, കിങ്ഡം ഓഫ് കംബോഡിയയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അന്നത്തെ ഹെഡ്. ASEAN ചാർട്ടർ പ്രകാരം നടത്തുന്നു. ASEAN ചെയർമാൻഷിപ്പ്, ASEAN ചെയർമാൻ എങ്ങനെയാണ്? ആനുവലി അവരെന്ത് ചെയ്യുന്നു? ആൽഫബറ്റിക് ഓർഡറിൽ പരസ്പരം രാജ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? ഓരോ രാജ്യത്തിലെ ആൾക്കാർ ആൽഫബറ്റിക് ഓർഡറിൽ, ഏത് ഓർഡറിലാണ്? ആൽഫബറ്റിക് ഓർഡറിൽ ASEAനുമായി ബന്ധപ്പെട്ട ന്യൂസ്. ASEAൻ്റെ ചെയർമാൻഷിപ്പ് 2023 കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ഇന്തോനേഷ്യക്കാണ്. എന്താണ് ഈ അദ്ദേഹം എന്ത് ചെയ്തു? പ്രസിഡന്റ് ജോക്കോയ്ക്ക്, അതായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോയ്ക്ക് ജോക്കോവി വിഡോഡോ ആസ് എ സിംബോളിക് ഹാൻഡ് ഓവർ ASEAN പ്രസിഡൻസി ഫ്രം കംബോഡിയ ടു ഇന്തോനേഷ്യ. കംബോഡിയ എന്ത് ചെയ്തു? ഇന്തോനേഷ്യക്ക് അവരുടെ എന്ത് ചെയ്തു? പ്രസിഡൻസിഷിപ്പ് അവർ സിംബോളിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. Indonesia is honored to be the chair of ASEAN in 2023. The chairman of Indonesia will adopt the theme. പുതിയ തീം എന്താണ്? ASEAN 2023 തീം എന്താണ്? ASEAN matters എപ്പിസെൻട്രം ഓഫ് ഗ്രോത്ത്, അതായത് വളർച്ചയുടെ വിളനിലമാക്കി മാറുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ എപ്പിസെൻട്രം ഓഫ് ഗ്രോത്ത് എന്നാണ് ASEAൻ്റെ പുതിയ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ IMFനെ കുറിച്ച്, വേൾഡ് ബാങ്കിനെ കുറിച്ച്, IFCയെ കുറിച്ച്, അതുപോലെ തന്നെ ASEAനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അടുത്തതാണ് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക്സ് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ഇതിൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ബ്രസീൽ, റഷ്യൻ ഫെഡറേഷൻ, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റിപ്പബ്ലിക്, അതിൽ ഉണ്ട്. ദെൻ റഷ്യൻ ഫെഡറേഷൻ ഉണ്ട്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇവയൊക്കെയാണ് ഇതിൻ്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. മെമ്പേഴ്സ് ആയിട്ടുള്ളത് 2006 ആദ്യമായിട്ട് UN ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനായിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സ് അവർ ആദ്യത്തെ മീറ്റിംഗ് നടത്തുന്നത്. അവിടെ നിന്നാണ് ബ്രിക് കോർപ്പറേഷൻ വരുന്നത്. ആദ്യം നമുക്ക് ബ്രിക്കാണ് ഉണ്ടായിരുന്നത്. ബ്രിക് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ദെൻ 2016 ഇന്ത്യ ഈ അസോസിയേഷൻ്റെ ഹെഡായി. 5 രാജ്യങ്ങളിൽ അവർ ഗോവയിലുണ്ടായിരുന്ന മീറ്റിങ്ങിൽ ഡിക്ലറേഷൻ ഓഫ് ഗോവ അവർ സൈൻ ചെയ്തു. ആ ഡിക്ലറേഷൻ ഓഫ് ഗോവയിൽ പറയുന്നത് കൊഹറന്റ് പൊസിഷൻ ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റ് ഓഫ് ദ അസോസിയേഷൻ ക്രിട്ടിക്കൽ ഇഷ്യൂസ്. ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളത്. ബ്രിക്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നാണ്. ബ്രിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ഗ്രൂപ്പാണ്. അറൗണ്ട് മേജർ എമർജിംഗ് ആയിട്ടുള്ള ഇക്കണോമികളിൽ 41% വേൾഡ് പോപ്പുലേഷനും എവിടെയാണുള്ളത്? ബ്രിക് രാജ്യങ്ങളിലാണുള്ളത്. 24% വേൾഡ് GDPയും ബ്രിക് രാജ്യങ്ങളിലാണുള്ളത്. 16% വേൾഡ് ട്രേഡും നടക്കുന്നത് എവിടെയാണ്? ഈ ബ്രിക്സ് രാജ്യങ്ങളിലാണ്. In the recent years, the influence and attractiveness of BRICS mechanism has been increasing. BRICS countries അവർക്ക് എന്താണ്? ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് അവരെന്ത് ചെയ്യുന്നു? ഗ്ലോബൽ ഗവേണൻസ് സിസ്റ്റത്തിനെ വളരെ വലിയ രീതിയിൽ വളർത്താൻ സഹായിക്കുന്നു. ശ്രീ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ ചെയർമാൻഷിപ്പുള്ള മീറ്റിംഗിൽ പറഞ്ഞത്, ദ വേൾഡ് മസ്റ്റ് യുണൈറ്റ് ആസ് വൺ ടു ഡിസിസീവ്ലി കൺഫ്രോണ്ട് ഗ്ലോബൽ ചലഞ്ചസ്. Corrective action must begin with reform of institutions of global governance. This has been the BRICS agenda since its inception. അദ്ദേഹം പറഞ്ഞത് ലോകം ഒന്നായിട്ട് എന്ത് ചെയ്യണം? ഗ്ലോബൽ ചലഞ്ചുകളെ കൺഫ്രോണ്ട് ചെയ്യണം. കറക്റ്റീവ് ആക്ഷൻസ് എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഗ്ലോബൽ ഗവേണൻസ് സിസ്റ്റം ഇൻബിൽട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. 13ാമത്തെ ബ്രിക് സമ്മിറ്റ് ഇന്ത്യയുടെ ചെയർമാൻഷിപ്പിൽ 2021 സെപ്റ്റംബർ 9 നടന്നത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ ബ്രിക്സ് സമ്മിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2012 2016 അപ്പോൾ 2012 2016 2021 2021 സമ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻട്രാ ബ്രിക്സ് കോപ്പറേഷൻ ഫോർ കണ്ടിന്യൂറ്റി, കൺസോളിഡേഷൻ ആൻഡ് കൺസെൻസസ്. CCC ആണ്. കണ്ടിന്യൂറ്റി, കൺസോളിഡേഷൻ ആൻഡ് കൺസെൻസസ് ആണ് എന്താണ് ബ്രിക്സിന്റെ തീമായിട്ട് പറഞ്ഞത്. ബ്രിക്സുമായി ബന്ധപ്പെട്ട ന്യൂസ്. 14ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് എന്താണ്?
ചൈനയിലാണ് നടന്നത്. അതിൻ്റെ ഒരു 2022 14ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് നടന്നത് ചൈനയിലാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഫോസ്റ്റർ ഹൈ ക്വാളിറ്റി ബ്രിക്സ് പാർട്ണർഷിപ്പ് ഉഷർ ഇൻ ദ ന്യൂ ഇറ ഫോർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്. അതായത് ഗ്ലോബൽ ഡെവലപ്മെൻറ്റിൽ ഒരു പുതിയ ഇറയുടെ ഉദയമുണ്ടാകണം എന്നുള്ള ലക്ഷ്യമാണ് ആര് പറഞ്ഞത്? ഈ ചൈനയിലെ 14ാമത്തെ എത്രാമത്തെയാണ്? 14ാമത്തെ എന്നാണ്ടായത് ജൂൺ 23, 2022. As the BRICS chair of 2022, China looks forward for working with BRICS partners. BRICS രാജ്യങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറായി. 15ാമത്തെ സബ്മിറ്റ്, അതായത് അടുത്ത ബ്രിക്സ് സമ്മിറ്റ് ഓഗസ്റ്റ് 22, 24 എവിടെ നടന്നു? ജോഹനസ്ബർഗിൽ, സൗത്ത് ആഫ്രിക്കയിലാണ് 15ാമത്തെ ബ്രിക്സ് സമ്മിറ്റ്. അപ്പോൾ 15th ബ്രിക്സ് സമ്മിറ്റ് എവിടെ നടന്നത്? ജോഹനസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. എന്നാ നടന്നത്? 2023 ഓഗസ്റ്റ് 22, 24. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കാൻ പാടില്ല അല്ലേ? നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ 4-5 വീഡിയോയിൽ നമുക്കിത് മനസ്സിലാക്കണം. നമുക്ക് മുഴുവനും മാർക്ക് സ്കോർ ചെയ്യണം. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഇതിനോടൊപ്പം തന്നെ www.arthacs.in കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ പോവുക. അവിടെ ധാരാളം MCQs ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് MCQകളുണ്ട്, വായിച്ചു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആക്കി മാറ്റുന്നത്. ലേസി ആയാൽ, മടി പിടിച്ചാൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആവാൻ പറ്റില്ല. കാരണം ദിസ് ഈസ് സച്ച് എ ഗ്രേറ്റ് പ്രൊഫഷൻ ആൻഡ് വി നീഡ് കമ്മിറ്റഡ് പീപ്പിൾ ഫോർ ഇറ്റ്. വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ് ഈ പ്രൊഫഷന് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. Then, South Asian Association for Regional Cooperation (SAARC), South Asian Association for Regional Cooperation (SAARC) അടുത്ത ഓർഗനൈസേഷനാണ് SAARC. ASEAN നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ SAARCിലേക്ക് പോവുകയാണ്. SAARC ചാർട്ടർ ഇൻ ധാക്ക ഓൺ 8th November 1985. 1985 SAARC ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ് SAARCിൻ്റെ പേര്. SAARCിലെ 8 മെമ്പർ സ്റ്റേറ്റുകളാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് ഉള്ളത് കാഠ്മണ്ഡുവിലാണ്. ഇത് 1987 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1985 ധാക്കയിലാണ് നമ്മൾ SAARC തുടങ്ങുന്നതെങ്കിലും 1987 എന്ത് സംഭവിക്കുന്നത്? അവരുടെ സെക്രട്ടേറിയറ്റ് ഓപ്പൺ ആകുന്നത്. അതെവിടെയാണ് ഉള്ളത്? കാഠ്മണ്ഡുവിലാണുള്ളത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണുള്ളത്. SAARCിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾസ് ഓഫ് സൗത്ത് ഏഷ്യ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ലൈഫ്. സൗത്ത് ഏഷ്യയിലെ ജനങ്ങളുടെ അവരുടെ വെൽഫെയർ വർദ്ധിപ്പിക്കുക, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുക, അവരുടെ സാമ്പത്തിക വളർച്ച, സാമൂഹിക വളർച്ച, സാംസ്കാരിക വളർച്ച ഉറപ്പാക്കുക, അവർക്ക് ഡിഗ്നിറ്റിയോട് കൂടി താമസിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടാനും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ SAARC രാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടു കൂടി അവരെന്തായിരിക്കണം? മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് SAARCിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് യുനാനിമിറ്റി വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ദ ബേസിസ് ഓഫ് യുനാനിമിറ്റി ആൻഡ് ബൈലാറ്ററൽ ആൻഡ് കണ്ടൻഷ്യസ് ഇഷ്യൂസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡെലിബറേഷൻ ഓഫ് അസോസിയേഷൻ. അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹകരിക്കുന്നു, എല്ലാവരോടും സംസാരിച്ച് അഭിപ്രായങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ വളരെ ബൈലാറ്ററൽ ആയിട്ടുള്ള പരസ്പരം, അതിപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അതുപോലെ തന്നെ അവരുടെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള, അതായത് അവർക്ക് പരസ്പരം സഹകരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളൊന്നും SAARC സംസാരിക്കാൻ എടുക്കാറില്ല. ഹിസ് എക്സലൻസി എസാല റൂവൻ വിറഖൂൺ ഓഫ് ശ്രീലങ്കയാണ് ഇന്ന് SAARCിൻ്റെ സെക്രട്ടറി ജനറൽ. ആ SAARCിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? എസാല റൂവൻ വിറഖൂൺ ഓഫ് ശ്രീലങ്കയാണ്. SAARC ചെയർമാൻഷിപ്പ് കറണ്ട് ചെയർ നേപ്പാളിനാണ്. ഫ്രം ഡേറ്റ് 2014 മുതൽ ചെയർമാൻഷിപ്പ് ആർക്കാണ്? നേപ്പാളിനാണ്. ദെൻ നമ്മളിപ്പോൾ SAARC കഴിഞ്ഞു, ഇനി G20 ആണ്. ഗ്രൂപ്പ് 20, G20 ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 20 രാജ്യങ്ങളാണ് എന്നുള്ളത്. ഗ്രൂപ്പ് 20. About G20. The Group of 20 is a premier international forum from global economic cooperation. അന്തർദേശീയ സാമ്പത്തിക സഹകരണത്തിലെ ഏറ്റവും വലിയ ഒരു റോള് പ്ലേ ചെയ്യുന്നതാണ് G20 എന്ന് പറയുന്നത്. ദ പാർട്ടിസിപ്പൻസ് 19 രാജ്യങ്ങളിലെ പാർട്ടിസിപ്പൻസും യൂറോപ്യൻ യൂണിയനുമാണ് ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്.
ഇൻ അഡീഷൻ മറ്റുള്ള രാജ്യങ്ങളിലെ ലീഡേഴ്സിനെ അവർ റെപ്രസെൻറ്റേറ്റീവായിട്ടും ഗസ്റ്റായിട്ടും ഈ G20 മീറ്റിങ്ങിലേക്ക് വിളിക്കാറുണ്ട്. ആൻഡ് G20 സമ്മിറ്റ് സാധാരണ സമ്മിറ്റ് ഓൺ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് വേൾഡ് എക്കണോമി എന്നാണ് അറിയപ്പെടുന്നത്. ഫോർമർലി പറയുന്നത് സമ്മിറ്റ് ഓൺ ഫിനാൻഷ്യൽ, സാമ്പത്തിക മാർക്കറ്റുകളുടെ, ഇക്കണോമിക് മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ സമ്മിറ്റ് എന്നും വേൾഡ് ഇക്കണോമിയുടെ സമ്മിറ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. G20 എന്ത് ചെയ്യുന്നു? സസ്റ്റൈനബിൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഹിസ്റ്ററി ഓഫ് G20 സബ്മിറ്റ്. G20 സബ്മിറ്റിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ്സ് were centered on major economic and monetary policies issues among major countries in the global financial system and aimed at promoting cooperation towards achieving stable and sustainable global economic growth for the benefit of all countries. Members ആയിട്ടുള്ള രാജ്യങ്ങളിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ എങ്ങനെ നേരെയാക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചും അവർ എങ്ങനെയാണ് സഹകരണത്തോടു കൂടി അവരുടെ ഗ്ലോബൽ ഇക്കണോമിക് ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ സമ്മിറ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ് എന്താണ്? ഒരു ദ സെയിം ആസ് ദ കറണ്ട് മെമ്പേഴ്സ് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് 2008 ആദ്യമായിട്ട് G20 മീറ്റിംഗ് നടക്കുന്നത്. അത് വാഷിങ്ടൺ DC ഇപ്പോൾ വാഷിങ്ടൺ DC നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? G20 ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. കറക്റ്റ്. G20 ഹോൾഡ്സ് എ സ്ട്രാറ്റജിക് റോൾ ഇൻ സെക്യൂറിംഗ് ഫ്യൂച്ചർ ഗ്ലോബൽ ഇക്കണോമിക് ഗ്രോത്ത്. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ച ഉറപ്പുവരുത്താൻ, പ്രോസ്പെരിറ്റി ഉറപ്പുവരുത്താൻ G20 സഹായിക്കുന്നു. G20 മെമ്പേഴ്സ് ലോകത്തിൻ്റെ 85% GDPയും G20 മെമ്പേഴ്സിൻ്റെ കയ്യിലാണ്. ആൻഡ് ഗ്ലോബൽ ട്രേഡിൻ്റെ 75% ആൻഡ് 2/3 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ G20 രാജ്യങ്ങളിലാണ്. അതായത് ലോകത്തിലെ GDPയുടെ 85%, ഗ്ലോബൽ ട്രേഡിൻ്റെ 75%, അല്ലെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ്റെ 2/3 G20 രാജ്യങ്ങളിലാണ്. ഓരോ വർഷവും ഈ പ്രസിഡൻസി ഗസ്റ്റ് രാജ്യങ്ങളിലെ വിളിക്കാറുണ്ട് G20 മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. 1999 ശരിക്കും പറഞ്ഞാൽ ഈ G20 ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. 2008 അത് ലീഡേഴ്സ് ലെവലിലേക്ക് മാറുന്നത്. 1999 ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായതിനു ശേഷമാണ് G20 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ G20 അപ്ഗ്രേഡഡ് ടു ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി അത് ഫിനാൻസ് മിനിസ്റ്ററുകളുടെ, സാമ്പത്തിക മിനിസ്റ്ററുകളുടെ അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു കൂട്ടായ്മയായിരുന്നു. അവിടെ നിന്ന് 2008 എത്തിയപ്പം അത് അവരെന്തായി? രാജ്യങ്ങളിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ലീഡേഴ്സ് സംസാരിക്കുന്ന, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് മാറി. എങ്ങനെയാണ് G20 വർക്ക് ചെയ്യുന്നത്? G20 വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രസിഡൻസി ഓരോ വർഷവും മെമ്പർ രാജ്യങ്ങൾക്ക് കൊടുക്കും. ആരാണോ അതിൻ്റെ മെമ്പർ ആയിട്ടുള്ളത് അവരവരുടെ പ്രിഡിസിസറുമായും സക്സസറായും ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ട്രോയിക്ക. അപ്പോൾ ഈ വർഷത്തെ മെമ്പർ കഴിഞ്ഞ വർഷത്തെ മെമ്പറായിട്ടും അടുത്ത വർഷത്തെ മെമ്പറായിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്നു. അത് കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ട്രോയിക്ക. ടു എൻഷുർ the continuity of the agenda. Currently Indonesia, India, Brazil are the troika. അതപ്പോൾ അർത്ഥം എന്താണ്? ഇന്തോനേഷ്യ ആയിരുന്നു മുമ്പ്, ഇപ്രാവശ്യം ഇന്ത്യയാണ്, അടുത്ത വർഷം ആരാണ്? ബ്രസീലാണ്. G20 ഒരു പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഇല്ല. 2023 G20 കുറിച്ചുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ G20 ലീഡേഴ്സ് സബ്മിറ്റ് 2023 നടക്കുകയുണ്ടായി. 18ാമത്തെ സമ്മിറ്റ് ആയിരുന്നു അത്. G20 സമ്മിറ്റ് എത്രയായിരുന്നു? 18ാമത്തെ സമ്മിറ്റാണ്. അത് 9th and 10th സെപ്റ്റംബർ ന്യൂഡൽഹിയിലാണ് നടന്നത്. അതായത് ഇന്ത്യയിലാണ് 18ാമത്തെ സമ്മിറ്റ് നടന്നത്. ദ സമ്മിറ്റ് G20 പ്രോസസ്സുകളുടെയും മീറ്റിങ്ങുകളുടെയും ഒരു കൾമിനേഷനാണ്. എല്ലാവരും ഒത്തുചേരലാണ്. അവിടെ മിനിസ്റ്റേഴ്സ്, സീനിയർ ഒഫീഷ്യൽസ്, സിവിൽ സൊസൈറ്റി ആൾക്കാരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. ഇന്ത്യൻ G20 ലോഗോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ G20 ലോഗോ. ഇതിൽ പറയുന്നത് വസുധൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇന്ത്യൻ G20 ലോഗോ. ഇത് ഇന്ത്യൻ G20 ലോഗോ ആണ്. 1 Earth, 1 Family, 1 Future. ദ തീം ഓഫ് ഇന്ത്യാസ് G20 പ്രസിഡൻസി വസുധൈവ കുടുംബകം ആണ്. അതായത് 1 Earth, 1 Family, 1 Future. ഇത് ആൻഷ്യൻ സംസ്കൃത് ടെക്സ്റ്റ് ആയിട്ടുള്ള മഹാ ഉപനിഷത്തിൽ നിന്നാണ് ഇതെടുക്കുന്നത്. എവിടെ നിന്നാണ് എടുക്കുന്നത്? മഹാ ഉപനിഷത്ത്. Essentially, the theme affirms the value of all life, human, animal, plant, microorganism.
വൈസുധൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, അവർ നന്നാവട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മഹാ ഉപനിഷത്തിലുള്ളത്. ഇന്ത്യയിൽ G20 പ്രസിഡൻസ് ഇന്ത്യയിൽ ആക്ച്വലി അമൃതകാലത്തിൻ്റെ ആരംഭമായിട്ടും നമ്മൾ കണക്കാക്കുന്നു. 25-year period ഫ്രം 75th anniversary ഓഫ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്, ദാറ്റ് ഈസ് 15 ഓഗസ്റ്റ് 2022 മുതൽ 25 വർഷം ഇന്ത്യൻ സാമ്പത്തിക ഇതിൽ വളർച്ചയിൽ അമൃതകാലം എന്ന രീതിയിലാണ് ഗവൺമെൻറ് കൊണ്ടുപോകുന്നത്. ദെൻ ഇന്ത്യയിൽ G20 സബ്മിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷെർപ്പ ട്രാക്ക് ചെയ്യുന്നത്. ഷെർപ്പ ആരായിരുന്നു ഷെർപ്പ? ഇപ്രാവശ്യത്തെ ഷെർപ്പ ഇന്ത്യയിൽ അമിതാഭ് കാന്ത് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹമായിരുന്നു ഷെർപ്പ. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ, ഇന്നത്തെ നിതി ആയോഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. അഗ്രികൾച്ചർ, ആൻറ്റി കറപ്ഷൻ, കൾച്ചർ, ഡിജിറ്റൽ എക്കണോമി, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, എൻവയറൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി, എനർജി ട്രാൻസിഷൻ, ഹെൽത്ത്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടൂറിസം. ഇതൊക്കെ ഷെർപ്പ ഡിസ്കഷൻ ആണെങ്കിൽ ഫിനാൻസ് ട്രാക്കുകളും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ, ബിസിനസ് 20, സിവിൽ 20, ലേബർ 20, പാർലമെൻറ്റ് 20, സയൻസ് 20, സായ് 20, സ്റ്റാർട്ടപ്പ് 20, തിങ്ക് 20, അർബൻ 20 ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും ഇന്ത്യൻ G20 മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. G20 സബ്മിറ്റ് കഴിഞ്ഞ സബ്മിറ്റ് ഉണ്ടായത് എവിടെയാണ് ഉണ്ടായത്? ഇന്തോനേഷ്യയിലാണ്, 2022 അത് 14 മുതൽ 16 വരെയുള്ള തീയതികളിൽ നവംബർ 14, 16, 2022 ഇത് ഉണ്ടായത്. അത് ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള ജോക്കോ വിഡോഡോ ആണ് അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹമാണ് അതിനെ ഇൻവൈറ്റ് ചെയ്തത്. ഡ്യൂറിംഗ് ദ ബാലി സമ്മിറ്റ് G20 ലീഡേഴ്സ് ഡെലിബറേറ്റഡ് എക്സ്റ്റെൻസീവ്ലി റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ. അതായത് COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് ഇന്തോനേഷ്യൻ തീമായിരുന്നു റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ എന്നുള്ളത്. ലീഡേഴ്സ് അവരുടെ ഫുഡ് സെക്യൂരിറ്റി ചാലഞ്ചുകളും ആൻഡ് ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവിനെയും അവർ പരസ്പര സഹകരണത്തോടെ മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് PM മോദി അതിന് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് വളരെ വലിയ റോള് ഉണ്ട് എന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിശ്വസിക്കുന്നത്. The leaders across the world express their continuous commitment to promote healthy and sustainable recovery. വളരെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ലോകരാജ്യങ്ങൾ തയ്യാറാവുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ റോള് വളരെ വ്യക്തമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടായി. മറ്റുള്ള ലീഡേഴ്സുമായി അദ്ദേഹം സംസാരിക്കേണ്ടായി. മറ്റുള്ള രാജ്യങ്ങളിലെ കൗണ്ടർ പാർട്ടുകളുമായിട്ട് അദ്ദേഹം സംസാരിക്കേണ്ടായി. ഇനി നമുക്ക് ബിംസ്റ്റെക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ 1 മണിക്കൂറിലധികം വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം പഠിക്കുക. അത് കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് www.ArthaCS.in എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതിൽ നിങ്ങളിൽ നിന്നും ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുക. വളരെ പോസിറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് കിടപ്പുണ്ട്. വീഡിയോസുകൾ കാണുക. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. www.ArthaCS.in കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഡെഫിനറ്റായിട്ട് നിങ്ങൾ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റിൽ വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.